എല്ലാവർക്കും രുദ്രൻ്റെ പിറന്നാൾ സന്തോഷം നൽകി. സന്തോഷമായോ മോനെ? ആയി അച്ഛാ, ഒരുപാട്. ആദുമോളാണ് മോനെ ഈ സന്തോഷത്തിന് കാരണം. അവളാണ് ഇതിൻ്റെ വിജയം. മോൻ കിട്ടിയ നിധിയാണ് അവൾ. അവളെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ അവൾക്കേ പറ്റൂ. ആദു ഒന്ന് ചിരിച്ചു. രുദ്രൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ചുണ്ടിൽ ഒരു മനോഹര പുഞ്ചിരിയോടെ ആദി ആ ചിത്രം അവൻ്റെ ഫോണിൽ പകർത്തി. ആ സെൽഫി അവരുടെ കുടുംബത്തിൻ്റെ സ്നേഹം എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു. മനോഹരമായ ഹൃദയമായ ഒരു ചിത്രം. രുദ്രൻ, ആദി ഈ ചിത്രം ഒന്ന് ഫ്രെയിം ചെയ്യിക്കണേ. ആദി, ചെയ്യാം ഡാ. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് അത്. എന്നും നമുക്ക് സൂക്ഷിക്കണം. ശരിയാണ്. വാ ദേവുട്ടി, നമുക്ക് സന്ധ്യയുടെ കാര്യം നോക്കാം. പിള്ളാരെ, നിങ്ങൾ അങ്ങോട്ട് വരരുത്. ഇന്ന് ഞങ്ങളുടെ വകയാണ് അല്ല ദേവുട്ടി? ദേവിക, അതെ. രുദ്രൻ, ഓ ശരി തമ്പ്രാൻ. ദേവൻ, ഡാ കൂടുതൽ ഊതല്ലേ. ഞാനാണ് നിന്റെ അച്ഛൻ, അല്ലാതെ നീയല്ല കേട്ടോ. എം.ആർ. രുദ്രേഷ്. രുദ്രൻ, അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി. രുദ്രൻ്റെയും ആദുവിൻ്റെയും കണ്ണുകൾ പരസ്പരം കോർത്തു. അവർ ഒരു ചിരി കൈമാറി. അത് നോക്കി നിന്ന് ആദി ഒരു ചേട്ടനെപ്പോലെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എവിടെ നമ്മുടെ പിള്ളേർ? അറിയുന്നോ? ഇല്ല. ഡി നിഹ, ഇവൾ സ്റ്റാച്ചു കളിക്കുവാണോ? നല്ല രസമുണ്ട് കാണാൻ. ബാ നമുക്ക് കളിക്കാം. നല്ല രസമായിരിക്കും. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റില്ല. ഞാൻ അത്രയ്ക്കും സ്റ്റാച്ചു കളിയിൽ എക്സ്പെർട്ട് ആണ്. നിഹ, ദൈവമേ, ഇച്ചിരി വിവരമുള്ളതിന് എനിക്ക് തന്നൂടായിരുന്നോ? ഒരുപാടൊന്നും വേണ്ട എൻ്റെ ഭഗവതി. എൻ്റെ ജീവിതം നായ നക്കി. ഫീൽ ദ ബാങ്ക്. എന്തൊരു വിധിയാണിത്. വല്ലാത്ത ചതി ഇത്. ഓർക്കാപ്പുറത്തെൻ്റെ പിന്നിൽ ഒരു അടിയിലേ നിഹ. എടീന ലേ, ഞാൻ എന്തോ എന്നെ വിളിച്ചോ? ഞാൻ 1 മണിക്കൂർ മുന്നേ നാട് വിട്ടു. നീ ഓടണ്ട, ഞാൻ പിടിച്ചോളാം നിന്നെ. ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ ആടി ഇതുപോലെ പൊട്ടനെ തന്നത്? കൊല്ലണ്ട, പേടിപ്പിച്ച് വിട്ടാൽ മതി. അടുത്ത കഥയിൽ ഞാൻ ശരിയാക്കാം. അത് വേണ്ട, എനിക്ക് എൻ്റെ ചെക്കനെ ഇഷ്ടാലേ. ഞാൻ പുല്ല് തേഞ്ഞു. ഓസിന് ഒരു ആസിഫ് അലിയെ കിട്ടാമെന്ന് വിചാരിച്ചതാ. അല്ലേലും പണ്ടേ എനിക്ക് ആസിഫ് ഇക്കയോട് ഭയങ്കര മുഹബത്താണ് ലേ. വായനക്കാർ യോഗമില്ല. അമ്മിണിയെ പായമടക്കിക്കോ ലേ. നീ എന്തുപാടി എന്നെ ഇങ്ങനെ കണ്ണു മേയിച്ച് നോക്കി നിൽക്കുന്നേ? ബാ മോളെ, വാ നമുക്ക് സാച്ചു കളിക്കാം. അത് തോൽക്കുമെന്ന് പേടിച്ച് മിണ്ടാതെ നിൽക്കുന്നതാണ്. ഡോ, ഞാൻ പൊട്ടനാണോ അതോ ചേട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഞാൻ എന്തു ചെയ്തു? ഡോ ചെറിയൻ പുഴു, അവര് പ്രണയം കൊണ്ട് കണ്ണിൽ നോക്കി നിൽക്കുവാണല്ലോ. തനിക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? അതെങ്ങനെയാ? എന്നെ ചെറിയൻ പുഴു മാത്രമല്ല അറിയൂ, അല്ലാതെ പ്രണയത്തിൻ്റെ ABCD അറിയാവോ? അത് ഏട്ടൻ്റെ മോൾ നിന്ന് തരേണ്ടത് അല്ലേ? ചേട്ടൻ പ്രണയത്തെ പറ്റി അറിയാത്തത്? പോയേ ആദിയേട്ടാ, ഏട്ടൻ്റെ കുട്ടിപ്പിശാശ് ഇങ്ങ് വായോ. അവൾ അവൻക്ക് നേരെ കൈ നീട്ടി. ചീ, മാറ് ആദിയേട്ട അങ്ങോട്ട്. അവനെ തള്ളി മാറ്റി മുകളിലേക്ക് ഓടിപ്പോയി. അവനും അവൾ പോയ വഴിയിൽ ചിരിച്ചുകൊണ്ട് പുറകെ പോയി. പോകുന്ന വഴിക്ക് രുദ്രൻ ബാഗ് എഞ്ചിൻ ഒരു ചവിട്ട് കൊടുക്കാൻ മറന്നില്ല. ഹാ ഡാ. അപ്പോഴേക്കും രുദ്രൻ ഏകയും ബോധം വന്നത്. രുദ്രൻ ബാലൻസ് തെറ്റി ആദുവിനെ കൊണ്ട് സോഫയിലേക്ക് മറിഞ്ഞു. രുദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. അവൾ അവനെ തട്ടി മാറ്റി അവൻ്റെ മടിയിൽ കയറിയിരുന്നു. രുദ്രൻ അവളെ ഇടുപ്പിൽ കൂടി ചുറ്റിപ്പിടിച്ചു. രുദ്ര, എന്താ ഏക? നമ്മുടെ കണ്ണുകൾ പോലും പരസ്പരം കഥ പറയുന്നു. ഇത്രമേൽ ഈ പ്രണയത്തിന് ശക്തിയുണ്ടോ? എൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ ഒരു പേരേ ഉള്ളൂ. അതാണ് എൻ്റെ രുദ്രൻ. പ്രണയം എന്താണെന്ന് എന്നെ മനസ്സിലാക്കിയ എൻ്റെ സ്വന്തം കാലൻ. പ്രണയത്തിൻ്റെ വീര്യം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല യക്ഷിപ്പെണ്ണെ. നമ്മുടെ നോട്ടത്തിൽ
കൂടിപ്പോലും നമ്മൾ പ്രണയം കൈമാറുന്നു. അതിൻ്റെ അർത്ഥം അത്രമേൽ ശക്തമാണ് നമ്മുടെ പ്രണയമെന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിലെ കാലിനെ ആണ് നീ പ്രണയിച്ചത്. അതിനാണ് ജീവൻ നൽകിയത്. എന്നെ ഞാനായി തന്നെ പ്രണയിച്ചതിന് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ലടി. ഞാൻ പോലും ഓർക്കാത്ത എൻ്റെ പിറന്നാൾ നീ എനിക്ക് വേണ്ടി ആഘോഷിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് ഈ ലോകത്തിലെ ഒരു ലഹരിക്കും എനിക്ക് പകർന്നു നൽകാൻ പറ്റില്ല. ഇന്ന് ഈ ലോകത്ത് എനിക്ക് ലഹരി പകർന്നു നൽകുന്ന ഒന്നേ ഉള്ളൂ യക്ഷിപ്പെണ്ണേ, അത് നീയാണ്. പറയെടുത്തിട്ട് രുദ്രേട്ടാ, എന്നോട് നന്ദി. നമ്മുടെ ഇടയിൽ നന്ദിക്കും മാപ്പിനും ഒന്നും സ്ഥാനമില്ല. പ്രണയം മാത്രം മതി. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ എത്ര വഴക്കിട്ടാലും അതിലും പ്രണയമായിരിക്കണം ഒരു പിടി മുകളിൽ സ്ഥാനം പിടിക്കേണ്ടത്. ഒരു നന്ദി പറഞ്ഞ് എന്നെ വെറുതെ ആക്കല്ലേ രുദ്രേട്ടാ. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മാറിൽ ചാഞ്ഞു. അവൾ അവനെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ തലോടിക്കൊണ്ടിരുന്നു. ലേ ഞാൻ ബാ പിള്ളാരെ, നമുക്ക് നേരത്തെ ഓടിച്ചാടിപ്പോയ പിള്ളാരെ നോക്കിയിട്ട് വരാം. നിക്ക് നിഹ അവിടെ, എനിക്ക് ദേഷ്യം വരുന്നു. വേണ്ട ആദിയേട്ടാ, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. ഏട്ടനെല്ലാം അറിയാം. അല്ലേ മോളെ? ഏട്ടൻ മോളെ പ്രണയത്തിന് ABCD പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. വേണ്ട ആദിയേട്ടാ, വേണ്ട വേണ്ട തൊണ്ട. ആദി, നിനക്ക് 32 പല്ലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് കൂടെ കൂടെ എന്നെ കാണിക്കണ്ട. താൻ പോടോ ചെറിയൻ പുഴു. തൻ്റെ അടുത്ത് നാണിക്കാൻ എന്നെയാണ് ചട്ട കൊണ്ട് അടിക്കേണ്ടത്. നമ്മുടെ നിഹ മാറുവോ? ഇല്ല, പഴയ ഫോം ആയി നമ്മുടെ കൊച്ച്. അല്ലേലും എൻ്റെ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. 4 വർഷത്തിന് ഒരു തവണ ഫെബ്രുവരി 29 ദിവസം ഉണ്ടാവുന്നത് പോലെ വരുന്നത് ആണ് എൻ്റെ കൊച്ചിനെ നാണം. അതിന് ഒരു ദയയും ഇല്ലാതെ ചൊറിഞ്ഞു ഡാറ്റ ബൈ ബൈ പറഞ്ഞു. ഓട്ടോയിൽ വിട്ട് ഞാൻ എന്തു ചെയ്യും? ലേ ആദി, ഇറങ്ങിപ്പോടി ഇനെ. ഞാൻ പൊയ്ക്കാമോ? ആദ്യം അവൾ പഴയ ഫോം പോയ താൻ അവളുടെ അടുക്കൽ ചെന്ന് കയ്യിൽ പിടിച്ച് വലിച്ചു ബെഡിലേക്കിട്ടു. അവൾ ആകെ വെട്ടി വിയർത്തു. നാണത്തിൻ്റെ ചുവപ്പ് രക്ഷി അവളുടെ മുഖത്ത് ഉദിച്ചു. എന്തു പറ്റി MRS? ആദ്യ മുഖത്ത് ഒരു നാണം. നിഹ, വാ, എനിക്ക് പ്രണയം അറിയാമോ എന്ന് കാണിച്ചു തരാം. വേണ്ട. നിനക്ക് വിക്കു തുടങ്ങിയോ പെണ്ണെ? ഹേയ് മാർ ആദിയേട്ടാ. അവൾ കൈ കൊണ്ട് അവളുടെ മുഖം പൊത്തി. ആദി, ഇല്ല. അവൻ അവളുടെ കൈ മാറ്റി അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. അത്യധികം ആവേശത്തോടെ, എന്നാൽ അവളെ വേദനിപ്പിക്കാതെ. അവൾ അവൻ്റെ തലമുടിയിൽ കുരുതി വലിച്ചു. അവൻ്റെ കൈകൾ അവളിൽ ഒഴുകി. ദേവച്ചൻ്റെ വിളിയാണ് അവരെ ഉണർത്തിയത്. അവൾ അവനെ നോക്കാൻ സാധിക്കാത്ത മുഖം കഴുവാൻ ബാത്റൂമിലേക്ക് പോയി. അവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി താഴേക്ക് പോയി. താഴെ ചെന്നപ്പോൾ അവിടത്തെ കാഴ്ച കണ്ട് അവൻ ചിരി വന്നു. ബാക്കി എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. സോഫയിൽ കിടക്കുന്ന രുദ്രൻ അവനെ ചുട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മയങ്ങുന്ന ഏക. ആ കാഴ്ച കണ്ട് അത്രമേൽ മനോഹരമായിരുന്നു. ആദി അത് അവൻ്റെ ഫോണിൽ പകർത്തി. ദേവിക മോളെ, ആദു എണീക്ക്. അവൾ ഒരു ചമ്മലോടെ എണീറ്റു. അവനെയും വിളിച്ചു ഉണർത്തി. അപ്പോഴേക്കും നിഹയും വന്നു. അവൾക്ക് ആണെങ്കിൽ ആദിയെ നോക്കാൻ മടി. അവൻ കിട്ടിയ അവസരം നല്ലപോലെ പ്രയോജനപ്പെടുത്തി. ലേ ഞാൻ അല്ലേലും ആദി പണ്ടേ അങ്ങനെയാ. സൂചി കുത്താൻ ഇടം കൊടുത്താൽ തൂമ്പ കയറ്റും. പവർ ഓഫ് ആദി. അവർ എല്ലാവരും ഭക്ഷണം വിളമ്പി. പായസം ഉൾപ്പെടെ, അതും നല്ല പാൽപ്പായസം, അടപ്രഥമനും. അവർ എല്ലാം സന്തോഷപൂർവ്വം പങ്കിട്ടു. രുദ്രൻ അച്ഛനും അമ്മയും വാരിക്കൊടുത്തു. അടുത്ത ഉരുളക്ക് അവൻ ആദുവിനെ നോക്കി. പെണ്ണിന് നേരത്തെ ഹങ് ഓവറായി മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് കൊടുക്കണം എന്ന് ഉണ്ടായിരുന്നു. എങ്കിലും ആ ആഗ്രഹം മടക്കി വെച്ച് ഫുഡിൽ ശ്രദ്ധ കൊടുത്തു. അല്ലേലും പണ്ടേ ഫുഡിന് നോ കോംപ്രമൈസ്. അവൻ അവളുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു. ആ ദേവിക, എന്ത് പറ്റി മോളെ? ആദു, ഒന്നുമില്ല അമ്മേ. ദേവൻ, അവൻ കുറച്ചു നേരം കൊണ്ട് വീർപ്പ് മുട്ടുക ആണ്. അതങ്ങ് കൊടുത്തേക്ക്. ഈ അച്ഛൻ മുത്താണ്. ആദു അവനെ വാരിക്കൊടുത്തു. അവൻ തിരിച്ചും. അവരുടെ സ്നേഹം കണ്ട് ആദിയും നിഹയും പരസ്പരം കണ്ണു ചിമ്മി.
ആ ആഹാരത്തിൽ കൂടെ സ്നേഹവും കൂടി കലർന്നപ്പോൾ രുചി ഇരട്ടിച്ചു. അവരെല്ലാം സന്തോഷപൂർവ്വം തമാശ പറഞ്ഞ് പരസ്പരം ഊട്ടി ആ ആഹാരം കഴിച്ചു. അവർ ആഹാരമെല്ലാം കഴിച്ചു മുറിയിലേക്ക് പോയി. നിഹയും ആദുവും കൂടി അമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ കൂടി. മക്കൾ പോക്കോ, പണി തീർന്നു. ഇത് ഞാൻ കഴുകി വെച്ചോളാം. അത് സാരമില്ല അമ്മ, അതും കൂടി തീർത്തിട്ട് പോവാം. നിഹ: ദേവിക അമ്മ, അത് തീർത്തിട്ട് ഞങ്ങൾ പോവാം. ദേവിക: രണ്ടിനും തല്ല് വാങ്ങണ്ട. എങ്കിൽ മുറിയിൽ പൊക്കോ. അവർ തമാശയോടെ രണ്ടുപേരുടെയും ചെവിയിൽ നുള്ളി പറഞ്ഞു. ഹാ അമ്മ വിട്. ബാ ആദു, നമുക്ക് പോവാം. ആദു: പോ അമ്മ, ഞങ്ങൾ മിണ്ടൂല. ആണോ? അവർ കുറുമ്പോടെ തിരിഞ്ഞു നിന്ന് സാരിത്തലപ്പ് കൊണ്ട് മുഖം പൊത്തി. രണ്ടുപേർക്കും ഇത് കണ്ട് ചിരി വന്നു. ആദു: അഭിനയിക്കാൻ അറിയില്ലേലും അഭിനയിക്കരുത് കേട്ടോ കള്ളി അമ്മേ. ദേവിക: നിഹ: ചക്കര ഉമ്മ. അമ്മ ആദുവും നിഹയും പുറകിൽ നിന്നും അവരെ മുറുകെ പുണർന്ന് ഇരു കവിളിലും ഉമ്മ വെച്ചു. അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി നെറ്റിയിൽ സ്നേഹമുദ്രണം ചാർത്തി. ആദു: നിഹ, അപ്പോൾ ഗുഡ് നൈറ്റ്. എം.ആർ. മഹേന്ദ്രൻ ദേവൻ. ദേവിക: ഡി ഡി. രണ്ടെണ്ണത്തിനും ഇപ്പോൾ കൊള്ളും എൻ്റെ കയ്യിൽ നിന്ന്. അവർ കൈ ഉയർത്തി പറന്നു. നിഹ: ആദു, എസ്കോപ്പ്. അത് ആദു: അപ്പോൾ പോട്ടെ ടീച്ചറെ. ദേവിക: ഈ പെൺപിള്ളാര്. അവർ ചിരിച്ചുകൊണ്ട് അവരുടെ തലയിൽ കൊട്ടി അവരുടെ ജോലിയിലേക്ക് കടന്നു. നിഹ: അപ്പോൾ ഗുഡ് നൈറ്റ് ഡി. ഞാൻ കുറച്ചു സമയം ഗാർഡനിൽ ഇരിക്കട്ടെ. ആദു: ഡി, എന്തേലും പ്രശ്നമുണ്ടോ? ഗുഡ് നൈറ്റ് ഡി. നിഹ: ഇല്ല ഡി. ആദു: ആദു മുകളിലേക്ക് കയറി പോയി. അപ്പോഴാണ് ആദി താഴേക്ക് വന്നത്. ആദി: മോളെ നിഹ എത്തിയോ? ആദു: നടക്കട്ടെ, അവൾ താഴെ ഗാർഡനിൽ കാണും. ആദി ഒരു ചമ്മിയ ഇളി ഇളിച്ച് മൂളി. ആദു: നമ്മളെ ഒന്നും ഇപ്പോൾ കണ്ണിൽ പിടിക്കില്ലല്ലോ. ആദി: ഡി കാന്താരി, നീ എൻ്റെ പൊന്നാര പെങ്ങളല്ലേ. ലവ് യു ഡി മുത്തുമണി. അവനും അവൾക്ക് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ആദു: ലവ് യു ടു ഏട്ടാ. അവൾ മുകളിലോട്ടും അവൻ ഗാർഡനിലേക്കും പോയി. ആദു റൂമിലേക്ക് ചെന്ന് രുദ്രനെ നോക്കി. അവനെ കണ്ടില്ല. അവൾ ഫ്രഷ് ആവാൻ കയറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ ഫ്രഷായി ഇറങ്ങി. രണ്ട് കൈകളും അവളെ മൂടി. ആ ഹൃദയമിടിപ്പ് പോലും അവൾക്ക് കാണാൻ പാഠമായിരുന്നു. രുദ്രൻ അവളെ പിന്നിൽ നിന്നും പുണർന്നു അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കയ്യിലേക്ക് ഒരു ഇംപെലബിൾ വെച്ചു കൊടുത്തു. അത് തുറന്നതും അവൾ ഞെട്ടി അവനെ നോക്കി.